അനുജ, ഇറാനിൽ നിന്ന് മുഴുവൻ ഇന്ത്യൻ പൌരന്മാരെയും ഒഴിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന ആ ഒരു കണക്കിലെടുത്തുകൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്ന് മഷാദിൽ നിന്നുള്ള രണ്ടാമത്തെ വിമാനമാണ് 4:30 വൈകിട്ട് 4:30 ഡൽഹിയിലെത്തിയത്. അതിൽ 256 വിദ്യാർത്ഥികളാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത്. അതിൽ ഭൂരിഭാഗവും കശ്മീരിൽ നിന്നുള്ളവരാണ്. എന്തായാലും ഇന്ന് ഈ 4:30 എത്തിയ സംഘത്തിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു. മലപ്പുറം സ്വദേശിനി ആയിട്ടുള്ള ഫാദില ആണ് ഉണ്ടായിരുന്നത് എന്നും ആ കുട്ടി ആ വിദ്യാർത്ഥി അല്പം മുൻപാണ് എയർപോർട്ട് വിമാനത്താവളത്തിന് പുറത്തേക്ക് പോയത്. ആ വിദ്യാർത്ഥിയുടെ പിതാവ് ഇവിടെ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം മകളെ സ്വീകരിക്കുകയും അവർ ഇന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുകയാണ്. എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ആ വിദ്യാർത്ഥി തയ്യാറായില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളുടെ പ്രതികരണം നമ്മൾ തേടി. ആ ഘട്ടത്തിൽ അവർ അറിയിക്കുന്നത് അവർ പുറപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവർ നിന്നിരുന്ന ഇടങ്ങളിൽ ആ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളത് തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഇന്ത്യൻ എംബസി അവരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവരുടെ പൂർണ്ണ സഹായം ലഭിച്ചു എന്നത് കൂടി വ്യക്തമാക്കുന്നുണ്ട്. മഷ്കദിൽ നിന്നുള്ള ആദ്യ വിമാനം ഇന്നലെ രാത്രി 11:30 ഡൽഹിയിലെത്തിയത്. അതിൽ ഏതാണ്ട് 290 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ തുർക്ക്മെനിസ്ഥാനിൽ നിന്നുള്ള വിമാനം ഇന്ന് 3 മണിക്കും എത്തുകയുണ്ടായി. എന്തായാലും ഇന്ന് രാത്രി ഒരു വിമാനം കൂടി മഷ്കദിൽ നിന്ന് എത്തുന്നുണ്ട്. മഷഹദിൽ നിന്നുള്ള വിമാനങ്ങൾ, ഇന്ത്യക്കാരുമായുള്ള കൂടുതൽ വിമാനങ്ങൾ എത്തുകയാണ്. അല്പസമയം മുൻപ് ഒരു വിമാനം എത്തി. അതിലൊരു മലയാളി മെഡിക്കൽ വിദ്യാർത്ഥി കൂടിയുണ്ട്.